ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിലെ മഹത്വം. നമ്മൾ വായിച്ചതായ വാക്യത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വന്ന് ഇന്നത്തെ ചിന്ത വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് പറയുകയാണ്, ഞാൻ വേഗം വരുന്നു. വിശ്വാസികളോടായിട്ട് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആറാമത്തെ സഭയായ ഫിലദൽഫിയ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോഴാണ് ഈ വാക്യം ഇങ്ങനെ പറയുന്നത്, ഞാൻ വേഗം വരുന്നു. ആമേൻ. വന്നാൽ ഒരു പ്രത്യേകതയുണ്ട്. നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് നീ പിടിച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൽ ഞാനും നിങ്ങളും ക്രിസ്തീയ ഓട്ടക്കളത്തിൽ നിലനിന്നാൽ, ആമേൻ, കർത്താവിനായി ഓടിയാൽ, കർത്താവിനായി അധ്വാനിച്ചാൽ, ആമേൻ, നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തു തന്നെ ആയിരുന്നാലും അത് മറ്റുള്ളവന് ആമേൻ ലഭിക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് നീ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തീയ ഓട്ടക്കളത്തിൽ ഞാനും നിങ്ങളും ധീരതയോടെ ആമേൻ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ എനിക്കും നിങ്ങൾക്കുമായി ഒരുക്കിയിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങള് നമുക്ക് തന്നെ ലഭിക്കുവാൻ തക്കവണ്ണം നമ്മള് ആമേൻ ധീരതയോടെ ഓടണമെന്ന് ഇവിടെ ഓർപ്പിക്കുക. അതിന് കാരണമുണ്ട്. യേശു പറയുകയാണ്, ഞാൻ വേഗം വരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങള് വായിച്ചു കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ദൈവത്തിന് സ്തോത്രം. യഹൂദർ അവരുടെ ദേവാലയം പണിയുവാൻ തക്കവണ്ണം അവർക്ക് ആമേൻ ചുമന്ന പശുവിനെ അവർക്ക് ലഭിച്ചു, പശുക്കളെ അവർക്ക് ലഭിച്ചു. അതിന്റെ കുട്ടികളുമായി ഏകദേശം ഇപ്പം 10-20 അംഗങ്ങളുണ്ട്. എന്നാൽ ഇന്ന് വരെയും അവർക്ക് ഊനമില്ലാത്ത ഹല്ലേലൂയ ചുമന്ന കളറുള്ള ചുമന്ന രോമമുള്ള ഒരു പശുവിനെ ഇതുവരെ, പശുക്കിടാവിനെ, 1 വയസ്സിന് താഴെയുള്ളതിനെ, ഊനമില്ലാത്തതിനെ അവൻ ഇതുവരെ ലഭിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എന്താ കാര്യം എന്നറിയാമോ പ്രിയപ്പെട്ടവരെ? തന്റെ മണവാട്ടി സഭ ചേർക്കപ്പെടാതെ അവർക്ക് ദേവാലയം പണിയാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, അവർക്ക് ചുമന്ന പശുക്കിടാങ്ങളെയും ലഭിക്കുകയില്ല. അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഞാനിത് പറയാൻ കാരണം എന്നാന്നറിയാമോ? ഈയിടെ ഒരു ട്രയൽ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് വായിച്ചവരുണ്ട്. മറ്റൊന്നുമല്ല, അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ഈ ചുമന്ന പശുക്കിടാവിന്റെ ചാരമെടുത്ത് ശുദ്ധീകരണ ജലമുണ്ടാക്കി അതില് വസ്ത്രം കഴുകി കുളിച്ച് ദേവാലയത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം അവരേറെ ശ്രമിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ എന്താ അവിടെ അറിഞ്ഞെന്നറിയാം? അവർക്കൊരു പശുക്കിടാവിനെ കിട്ടി, 1 വയസ്സ് താഴെയുള്ളത്, ഊനമില്ലാത്തത്. ആമേൻ. അവര് നോക്കി ശ്രദ്ധിച്ചു വന്നപ്പോ അതിന്റെ മുൻവശത്തെ കൈയുടെ അടിയില് കറുത്ത രോമമുണ്ട്. വ്യവസ്ഥ എന്താണെന്നറിയാമോ? അതിന്റെ ശരീരം മുഴുവൻ ചുമന്നതായിരിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവര് ആഗ്രഹത്തോടെ വളർത്തിക്കൊണ്ടുവന്ന് 1 വയസ്സ് പ്രായമാകാറാവുമ്പോ നോക്കുമ്പോൾ എന്താ കാണുന്നത്? അതിന്റെ കൈയുടെ അടിയിലായിട്ട് അവര് കറുത്ത രോമങ്ങളുണ്ട്. അതുകൊണ്ട് അവർ ഒരു കാര്യം ചെയ്തു, എന്നാൽ ഇതൊരു ട്രയലായിട്ട് ഇതിനെ അങ്ങ് യാഗം കഴിച്ചേക്കാം എന്ന് പറഞ്ഞ് ആ പശുക്കിടാവിനെ യാഗം കഴിക്കുന്നത് മീഡിയയിലൂടെ ഒക്കെ നമ്മൾ കണ്ടതാ. എന്നാൽ ഒരു കാര്യം മറന്നു പോകരുത്. ചുമന്ന പശു എന്ന് പറയുമ്പോൾ ചുവപ്പ് യേശുവിന്റെ കാൽവരിയിൽ ഒഴുക്കപ്പെട്ട രക്തത്തെ ഓർപ്പിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. എന്തിനു വേണ്ടിയാണ് രക്തം ഒഴുക്കപ്പെട്ടത്? പാപികളായ മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് ആ രക്തം ഒഴുക്കപ്പെട്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ, അവർക്ക് പശുക്കിടാങ്ങളെ കിട്ടും. ഇപ്പോൾ അവർക്കത് ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ടെക്സാസിലുള്ള ഒരു യഹൂദ കർഷകരിൽ നിന്ന് 1922 സെപ്റ്റംബർ മാസം 5 പശുക്കളെയാണ് അവരവിടേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ ഇതുവരെയും അവർക്ക് യാഗം കഴിക്കുവാനുള്ള പശുക്കിടാവിനെ ലഭിച്ചിട്ടില്ല. കാരണം എന്നാ? ഇന്ന് സത്യത്തിലും ആത്മാവിലും ദൈവജനം ആരാധിക്കുമ്പോൾ അവർക്ക് അത് ലഭിക്കുകയില്ല. എന്നാൽ ദൈവജനം എടുക്കപ്പെട്ട ശേഷം ദൈവം തന്നെ
അവർക്കത് കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുകയാ, നമ്മളിങ്ങനെ ഓടുമ്പോൾ, ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ, ബിരുദ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുമ്പോൾ നമുക്ക് ചില കിരീടങ്ങൾ ലഭിക്കുമെന്ന് പറയുകയാണ്. ആമേൻ. 6 കിരീടങ്ങളുണ്ട്. അതിലെ 3 കിരീടങ്ങളെ ഓർപ്പിച്ച് ഞാൻ വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, യോഹന്നാൻ തന്റെ ശുശ്രൂഷയെ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ ഉച്ചൈസ്വരം ഘോഷിപ്പാനിടയായി. അതുകൊണ്ട് യഹൂദ മതാനുസാരികളായിട്ടുള്ളവർ മാനസാന്തരപ്പെട്ട് വരുവാനുള്ള മിശിഹായിൽ വിശ്വസിക്കണമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ക്രിസ്തുവിന്റെ മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകന്, പ്രിയപ്പെട്ടവരെ, ആമേൻ, വിളിച്ചു പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്താണ് ദൈവരാജ്യം? യേശു ക്രിസ്തു ആമേൻ തന്റെ യോഹന്നാൻ സ്നാപകന്റെ ആമേൻ താൻ ഈ ലോകത്തിലെ ശുശ്രൂഷ അവസാനിപ്പിച്ചപ്പോൾ യേശു കർത്താവ് ശുശ്രൂഷയ്ക്കായി മുൻപോട്ട് വരികയാണ്. കർത്താവ് പറഞ്ഞു, ആമേൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇത് നമുക്കുള്ളൊരു ദൂത. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞത് എന്നെയും നിങ്ങളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം കർത്താവ് ആമേൻ അധികം താമസമില്ല മധ്യാകാശത്ത് വരുവാൻ പോകുകയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇനിയും ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയുണ്ട്. അതേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഏലിയാവിനെയും ആമേൻ ദൈവത്തിന് സ്തോത്രം ആമേൻ മോശയെയുമാണ്. അവര് യഹൂദന്മാരോടും ലോകത്തെല്ലായിടത്തും അത് സംഭാഷിക്കും. അപ്പോൾ അനേകർ വിശ്വസിപ്പാനൊക്കെ ഇടയായിത്തീരും. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ മുൻപോട്ട് പോകുകയാണ്. ഇന്നത്തെ സഭയ്ക്ക് ലഭിക്കുന്നതായ ആ 3 അനുഗ്രഹങ്ങളെ പറഞ്ഞ് ആമേൻ ഇന്ന് പകൽക്കാലം ഞാൻ വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ആമേൻ, ഒന്നാമതായിട്ട് ക്രൗൺ ഓഫ് ലൈഫ്, ജീവകിരീടം. അത് ആമേൻ ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത് ക്രൗൺ ഓഫ് ലൈഫ്. അതിന് ജീവകിരീടം എന്നാ പറയുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാ, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ നിനക്ക് ജീവകിരീടം തരും. വായിച്ചു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. എന്നാൽ ഞാൻ നിനക്ക് ജീവകിരീടം തരും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പരീക്ഷ സഹിച്ച് അന്ത്യം വരെ ആമേൻ ദൈവത്തിന് സ്തോത്രം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവർക്കും രക്തസാക്ഷികൾക്കും ലഭിക്കുന്ന കിരീടമാണ് ദൈവത്തിന് സ്തോത്രം, ജീവകിരീടം. നമുക്കറിയാം, ഈ നാളുകളില് അനേകര് ആമേൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും ആമേൻ ക്രിസ്തുവിന് വേണ്ടി എന്തുമേതുമാകുവാൻ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ അവരെ പിടിച്ച് കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ജോലിയില്ലാത്ത 2 സഹോദരിമാർക്ക് ജോലി കൊടുക്കാൻ തക്കവണ്ണം ഒരു സഹോദരി പറഞ്ഞപ്പോൾ ആ സഹോദരിക്ക് അവർക്ക് ജോലി കൊടുക്കാൻ ശ്രമിക്കുന്ന, അവർക്ക് ദൈവത്തെ പറഞ്ഞു കൊടുക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ആ മഠത്തിലമ്മമാര് ദൈവത്തിന് സ്തോത്രം അവരെ സ്വീകരിപ്പാൻ നിങ്ങൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മാലാഖമാര് അവരെ സ്വീകരിപ്പാൻ ദൈവത്തിന് സ്തോത്രം ആ റെയിൽവേ സ്റ്റേഷനില് കടന്നു വന്നപ്പോൾ എന്താ സംഭവിച്ചെന്നൊക്കെ നമ്മൾ കണ്ടു. ജാമ്യമില്ലാത്ത വ്യവസ്ഥയിൽ അവരെ അടച്ചിരിക്കുകയാണ് ജയിലില്. അവർക്കതിലൊരു യാതൊരു ദുഃഖവുമില്ല. കാരണം എന്നാന്നറിയാമോ? കർത്താവിന് വേണ്ടി ഈ കഷ്ടം സഹിപ്പാൻ തക്കവണ്ണം അവർ വിളിച്ചവരാ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാർക്കും നിർത്തുവാൻ കഴിയുകയില്ല. ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവാകുന്ന പൈശാചികൻ ദൈവജനത്തെ തകർക്കുവാൻ തക്കവണ്ണം അവരെ അലറുന്ന സിംഹം പോലെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. ഒരുപക്ഷെ ആ കന്യാസ്ത്രീകൾക്ക് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്ക് ജാമ്യം ലഭിപ്പാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ആമേൻ എന്താണെന്ന് നമുക്കറിയില്ല. നമുക്കറിയാം, ഗ്രഹാം സ്റ്റെയിൻസും തന്റെ കുഞ്ഞുങ്ങളെയും ചുട്ടരിച്ച ഒരു സ്ഥലമുണ്ട്. അവിടെ അനേകര് യേശുവിനെ അനുഗമിക്കുന്നവരായി തീർന്നിട്ടുണ്ടെങ്കിൽ രക്തസാക്ഷികളുടെ രക്തമെന്ന് പറയുന്ന
പറയുന്നത് അത് കർത്താവിന്റെ സഭയുടെ വിത്താണെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എവിടെ ദൈവജനം അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെയും ക്രിസ്തു വിശ്വാസികൾ, അവരെ അടിച്ചമർത്തിയവർ പോലും ക്രിസ്തു വിശ്വാസികളായി തീർന്നു. ഞാൻ ഓർക്കുകയാണ്, റാന്നി പാലത്തിന്റെ മധ്യത്തില് ട്രാക്ട് എടുത്ത് കത്തിച്ച ഒരു സംഭവം നിങ്ങൾക്കറിയാമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ആ മനുഷ്യൻ ഇന്ന് ക്രിസ്തുവിനെ അവന്റെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിച്ചെന്ന് കഴിഞ്ഞ നാളുകളിൽ കേൾക്കാനിടയായി. കാരണം എന്നാണെന്നറിയാമോ? ആ കത്തിച്ച ഭാഗമുണ്ടല്ലോ, ഒടിഞ്ഞ് ആ പമ്പയാറ്റിലേക്ക് വീണുപോയി. അവന് പിന്നെ എങ്ങനെ ദൈവത്തെ അറിയാതിരിക്കാൻ കഴിയും? അപ്പൊ അത് ഓരോ കാരണത്തിനും അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. മനുഷ്യർക്കൊന്നും ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന് സകലതും സാധ്യമാണ്. അതുകൊണ്ട് രക്തസാക്ഷികൾക്കും അതോടൊപ്പം തന്നെ ദൈവത്തിന് സ്തോത്രം അന്ത്യത്തോളം വിശ്വസ്തരായിരിക്കുന്നവർക്കും ലഭിക്കുന്നതാണ്. അവരെന്ത് ചെയ്യും? പരീക്ഷ സഹിക്കും. ആ കന്യക ആ മഠത്തിലമ്മമാർക്ക് അല്ലെങ്കിൽ ആ സിസ്റ്റേഴ്സിന് അവർക്ക് യാതൊരു വേദനയുമില്ല അവരുടെ ഹൃദയത്തില്. കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുക. അവര് ചെയ്തത് നല്ലതാ ദൈവസന്നിധിയില്. കാരണം എന്നാണെന്നറിയാമോ? ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അവര് ജോലി കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കുഷ്ഠരോഗികളായിട്ടുള്ളവർ, പുഴുവരിച്ചു കിടക്കുന്നവരെ കൈകളിലെടുത്ത് കൊണ്ടുപോയി ആശുപത്രിയിലോ അവർ താമസിക്കുന്ന സ്ഥലത്തോ ചെന്ന് അവരെ ശുശ്രൂഷിക്കുന്നു. ഇന്ത്യയിൽ ആർക്കതിന് കഴിയും? പ്രിയപ്പെട്ടവരെ, ഇത് ദൈവസ്നേഹം ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. മിഷണറിമാര് അവിടെ കടന്നു വന്നത് ആളുകളെ ദ്രോഹിക്കുവാനല്ല, അവരെ അടിക്കുവാനല്ല, അവരെ വഴക്ക് പറയാനല്ല, അവരെ സ്നേഹിച്ച ഒരു ദൈവത്തെ നിങ്ങളെ സ്നേഹിക്കുന്നെന്ന് പറയാനാ. അത് കർത്താവിന്റെ വരവരെയും തുടർന്നു കൊണ്ടിരിക്കും. എത്ര ശക്തമായും അതിനെ എതിർക്കുമോ അത്ര ഉച്ചത്തിൽ അല്ലെങ്കിൽ അത്ര ഉയരത്തിലേക്ക് ആ ശുശ്രൂഷ ദൈവം കൊണ്ടുവരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ കിരീടങ്ങൾ ലഭിക്കുന്നത് ഞാൻ പറഞ്ഞു, ജീവപര്യന്തം വിശ്വസ്തരായിരിക്കണം, മരണപര്യന്തം വിശ്വസ്തരായിരിക്കണം, എന്നാൽ നിനക്ക് ജീവകിരീടം തരും. പക്ഷേ ഒരു കാര്യമുണ്ട്, പരീക്ഷ സഹിച്ച് അന്ത്യം വരെ വിശ്വസ്തരായിരിക്കുക മാത്രമല്ല രക്തസാക്ഷികൾക്കും ലഭിക്കുന്ന കിരീടമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ ഈ കിരീടം ലഭിക്കണമെങ്കിൽ എന്താവശ്യമുണ്ട്? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും കിട്ടിയില്ലേ? ഒന്നുകൂടെ വായിച്ചാട്ടെ. ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും നിങ്ങൾ യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. എന്റെ കർത്താവിന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കർത്താവ് അപ്പോസ്തല പ്രവൃത്തികളില് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാ. നിങ്ങൾക്ക് ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾക്കായി കാൽവരിയിൽ യാഗമാകുവാൻ പോകുന്ന യേശു എന്ന ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ ശക്തി ആർജിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അവിടെ പറയുകയാണ്, ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? യെരൂശലേമില് പറയാ, സ്വന്തം സ്ഥലത്ത്. നമ്മൾ എത്ര വർഷമായി സ്വന്തം സ്ഥലത്ത് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവമായുസ്സ് ആരോഗ്യം തന്നുകൊണ്ടല്ലയോ എത്രയോ ചെറുപ്പക്കാർ കിടക്കാൻ പോവുകയാ. അവർ കിടന്നുറങ്ങി. രാവിലെ ഭാര്യ ചായ കുടിക്കാൻ വിളിക്കുമ്പോൾ മരിച്ചു കിടക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഹല്ലേലൂയ ഇതുവരെയും ഈ ശുശ്രൂഷയെ നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചതിനായി ദൈവത്തിന് ഒരു സ്തോത്രം പറഞ്ഞാട്ട് അവൻ പറയുകയാണ്, ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലാ. നമ്മുടെ ദേശത്ത് സാക്ഷ്യമിൽ ആദ്യം ഉണ്ടാകണം. ആ സാക്ഷ്യം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. യഹൂദയിൽ എല്ലായിടത്തും മറ്റിടങ്ങളിൽ ജാതികളുടെ ഇടയിലേക്ക് കടന്നു പോകണം. എന്നിട്ട്
ഇതെന്റെ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ആമേൻ ഉപദേശമാ. ആ ഉപദേശം ഇന്ന് കർത്താവിനെ സ്വീകരിച്ച ഓരോ വ്യക്തിക്കും ലഭിച്ചിട്ടുള്ളതാ. അതുകൊണ്ടാണ് ആമേൻ ക്രിസ്തീയ വിശ്വാസികൾ ഇന്ന് ലോകത്തില് ആമേൻ പ്രത്യാശയോടെ ജീവിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു കർത്താവ് അവൻ മാത്രമാണ് ദൈവം. ദൈവത്തിന് സ്തോത്രം. അവനാണ് ഭൂമിയിലേക്ക് ആമേൻ വിശുദ്ധ കന്യമറിയാമിന്റെ ഉദരത്തിൽ ആമേൻ ജനനം കൊണ്ടത്. ആമേൻ ദൈവത്തെ രൂപം പ്രാപിച്ച് ജനനം കൊണ്ടത്. ആമേൻ അവനല്ലാതെ മറ്റൊരു ദൈവമില്ല. അതുകൊണ്ട് ഇങ്ങനെ വേദപുസ്തകം പറയുന്നു, ആകാശത്തിന് കീഴിൽ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല രക്ഷിക്കപ്പെടുവാൻ. ദൈവത്തിന് സ്വന്തം. അപ്പൊ ഇവിടെ ഓർപ്പിച്ചത് ശക്തി ലഭിക്കണം. അതുകൊണ്ട് ദൈവജനം ആരാധിക്കും. അത് മറ്റുള്ളവർക്ക് അസഹ്യമായി തോന്നാം. അവരാരാധിക്കുന്നത് ദൈനംദിന ജീവിതത്തില് ദൈവിക ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടിയാ. അങ്ങനെ പ്രാപിച്ച് പോകുന്ന ആളുകള് ഒരു മരണത്തെ മുഖാമുഖമായി കാണുമ്പോൾ അവർ ഭയപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവരെ തെളിഞ്ഞ ശേഷം കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവിതം പ്രാപിക്കും. അപ്പൊ ഓർക്കണോ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ പറയുന്നത് രോഗങ്ങളോ അതൊരു പരിധിവരെ ദൈവകൃപയോടെ നമുക്ക് സഹിക്കാൻ കഴിയും. ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? നിനക്ക് യേശുവിനെ പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പരീക്ഷ, ആമേൻ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികള് നീ സഹിച്ചാൽ ആമേൻ അവൻ ഭാഗ്യവാനാ. എന്താ അവന് പ്രത്യേകത എന്നറിയാമോ? അവനെ സ്വർഗം കൊള്ളാവുന്നവനായി ആമേൻ എണ്ണപ്പെടും. അവന് അവസാനം വരെയും അങ്ങനെ നിലനിന്നാൽ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന ഈ ജീവകിരീടം കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുക, ഈ ജീവകിരീടം ഒരു വിശ്വാസിക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ തരുണത്തിലൂടെ, ഇത്തരം സാഹചര്യത്തിലൂടെ അവൻ കടന്നു പോകേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? സ്വർഗത്തിൽ എന്തെന്നും സന്തോഷിപ്പാനുള്ള ആ കിരീടം ലഭിക്കുന്നതിന് വേണ്ടിയാ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 15-16 വാക്യങ്ങളില് നമ്മൾ വീണ്ടും ഇങ്ങനെ വായിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്നോട് ഓർപ്പിക്കുന്നു. നമുക്ക് നിത്യജീവൻ എന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുകയും മരണപര്യന്തം വിശ്വസ്തയോടെ ജീവിക്കുകയും ചെയ്യണമെന്ന് അവിടെ ഓർപ്പിക്കുക. കണ്ടോ? 15. അവനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. ഒരു സ്തോത്രം പറഞ്ഞാട്ട്, അപ്പോ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവനിൽ നിത്യജീവനുണ്ട്. അവനെ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഏതെല്ലാം പ്രതികൂലങ്ങളിലൂടെ കടന്നു പോയാലും അവനിൽ നിത്യജീവൻ ഉള്ളത് കൊണ്ട് അവനെ ഒരിക്കലും ആർക്കും ഒന്നും ചെയ്യാൻ, ലോകത്തിനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അത് പറയുക, അവിടെ ഇങ്ങനെ പറയുന്നത്, നമുക്ക് നിത്യജീവൻ തന്ന ക്രിസ്തുവിൽ ഞാനും നിങ്ങളും വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം ലഭിക്കുന്ന അനുഭവമാണ്. എന്നിട്ട് പറയുക, മരണപര്യന്തം വിശ്വസ്തയോടെ ജീവിക്കണം. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്വർഗീയ മഹത്വത്തെ അതിന്റെ സമ്പൂർണതയുടെ അളവിൽ വിശ്വാസിക്ക് ലഭിക്കുന്നതാണ്. മനസ്സിലായോ? സ്വർഗീയ മഹത്വത്തെ അതിന്റെ സമ്പൂർണ്ണ അളവിൽ വിശ്വാസിക്ക് ലഭിക്കുന്നതാണ്. എങ്ങനെ? അവൻ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സ്വർഗീയ അനുഭവം അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. സ്വർഗീയ ഭവനങ്ങളിൽ നിത്യജീവന്റെ ആഴങ്ങളെ അനുഭവിച്ചുകൊണ്ട് അവൻ നമുക്ക് സന്തോഷിപ്പാൻ ഇടവരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആഫ്രിക്കയിൽ ആമേൻ തന്റെ യൗവനകാലത്ത് ആമേൻ ദൈവവേലയ്ക്ക് കടന്നുപോയ ഒരു ഇംഗ്ലീഷുകാരനെ കുറിച്ച് ഞാൻ വായിച്ചിരുന്ന ഒരു ഭാഗം ആമേൻ ഞാൻ ഈ സമയം ഓർക്കുകയാണ്. നോക്കിയോടെ, യൗവനകാലത്തിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും
അല്ലേ? ആമേൻ, ആമേൻ. അങ്ങനെയുള്ള ഒരു കാലഘട്ടം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ഇദ്ദേഹം തന്റെ ആമേൻ ആമേൻ തന്റെ രക്ഷിതാവിനെ തന്റെ യൗവനകാലത്ത് അറിയുവാനായിട്ട് ഭാഗ്യം തന്നു. ലഭിച്ചപ്പോൾ, ആത്മാവിൽ നിറഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ആഫ്രിക്കയിൽ ദൈവത്തെ അറിയാത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, അവരുടെ ഇടയിൽ പോയി നീ സുവിശേഷ വേല ചെയ്യണം. അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല. അവൻ വീട്ടിൽ നിന്ന് അനുവാദം വാങ്ങിച്ച് അദ്ദേഹം അവിടേക്ക് കടന്നു ചെല്ലുവാനിടയായി. അദ്ദേഹത്തിന് അവരോട് സുവിശേഷം പറയാനിടയായി. ഞാനിപ്പോ ഓർക്കുക, അദ്ദേഹം വൃദ്ധനായി തീർന്ന് ആമേൻ ഒട്ടും ദൈവവേല ചെയ്യുവാൻ കഴിയാതിരുന്ന അവസ്ഥയിലാണ് അദ്ദേഹം നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഓർക്കണം, അത്രയും കാലം തന്റെ യൗവനകാലം തൊട്ട് വൃദ്ധത അവസ്ഥയിലേക്ക് ആകുന്നത് വരെയും അവരെ സൂക്ഷിച്ച ദൈവമുണ്ട്. ആ ദൈവം നമ്മെ സൂക്ഷിപ്പാൻ ശക്തനാണ്. ഓരോ വിശ്വാസികളും അത് ഹൃദയത്തിൽ ഉറയ്ക്കണം പ്രിയപ്പെട്ടവരെ. അപ്പൊ നിങ്ങൾ ഓർക്കണം, അവിടെ ആമേൻ ഒരിക്കലും ഈ വചനം കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത ആളുകളുടെ അടുക്കൽ സുവിശേഷം പറഞ്ഞു. അനേകർ ഈ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാനിടയായി. ഇദ്ദേഹത്തിന് പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ചാണോ ഇദ്ദേഹം ഈ സുവിശേഷം ചെയ്ത്? ഇദ്ദേഹത്തിന് സ്വർഗരാജ്യം ലഭിക്കുമെന്ന് വെച്ചാ സുവിശേഷം ചെയ്ത്. ക്രിസ്തീയ വിശ്വാസികള് അങ്ങനെയാ പ്രിയപ്പെട്ടവരെ. ആമേൻ, ഒരു ആളിനെ മതത്തിൽ ചേർക്കുന്നവല്ല ക്രിസ്തീയ വിശ്വാസികൾ. എന്നാൽ ഓരോ ആത്മാവും വിലപ്പെട്ടതാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് നിത്യത നേടിക്കൊടുക്കേണ്ടതിന് വേണ്ടി സുവിശേഷം പ്രസംഗിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആമേൻ, ലാഭേച്ഛ ഇല്ലാതെ ചെയ്യുന്ന ഒരേ ഒരു ജോലി ഉണ്ടെങ്കിൽ അത് സുവിശേഷ പ്രവർത്തനം മാത്രമാണ്. ബാക്കിയുള്ളതിന്റെ എല്ലാം പിന്നിൽ ആമേൻ പണമോ മറ്റ് സാഹചര്യങ്ങളോ ആയിരിക്കാം. ഇതിന്റെ പിന്നിൽ അങ്ങനെ ഒന്നുമില്ല. കാരണം അവർ യേശുവിനെ അവരുടെ ഹൃദയത്തിൽ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചവരാണ്. അപ്പം ഇദ്ദേഹം വന്ധ്യവയോധികനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചു, ഞാൻ ഇംഗ്ലണ്ടിൽ കടന്നു എന്ന് മറ്റേ ആരെങ്കിലും ഇനി അവിടേക്ക് അയക്കാം എന്ന് കരുതി അദ്ദേഹം യാത്ര ഒരു കപ്പലിൽ പുറപ്പെടുകയാണ്. ഇതേ സമയം തന്നെ ഇംഗ്ലണ്ടിന്റെ രാജാവ് ആഫ്രിക്കയിലെ ആമേൻ വനാന്തരത്തിൽ നായാട്ടിന് വേണ്ടി വന്നിരുന്നു. ഓർക്കണം, ആമേൻ, അദ്ദേഹം നയാട്ട് കഴിഞ്ഞ് പുലിയുടെ നഖവും ആമേൻ അങ്ങനെയുള്ളതായ ആമേൻ അന്ന് ഇംഗ്ലണ്ടിൽ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ആമേൻ അതിന്റെ തോലുകളും ഒക്കെ ശേഖരിച്ചുകൊണ്ട് ഇദ്ദേഹവും കപ്പലിൽ കയറി. അദ്ദേഹം കപ്പലിൽ കയറുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വലിയൊരു പരിവാരമുണ്ട്, കുറേയേറെ ആളുകളുണ്ട്. എന്നാൽ വന്ധ്യവയോധികനായ ഈ മനുഷ്യന്റെ കൂടെ ആരുമില്ല. അവന്റെ യേശുവുണ്ട്, അവനുള്ള പരിശുദ്ധാത്മാവും മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത് ഇംഗ്ലണ്ടിന്റെ തീരത്ത് ഈ കപ്പലടഞ്ഞപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. എന്താണെന്നറിയാമോ? അദ്ദേഹം ഇങ്ങനെ തലപൊക്കി നോക്കിയപ്പോൾ അതിന്റെ യാർഡിലേക്ക് കപ്പലെടുക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, വലിയ ആരവം കേൾക്കുവാനായിട്ടിടയായി തീർന്നു. അദ്ദേഹം ഓർത്തു, ഇതെന്താണ് ഈ വലിയ ആരവം? മറ്റൊന്നുമായിരുന്നില്ല, ഇംഗ്ലണ്ടിലെ രാജകുമാരനെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും നായാട്ടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാനും അവിടെ നിന്ന് കൊണ്ടുവന്ന മൃഗത്തിന്റെ തോലുകളും ആ പുലിയുടെ നഖമൊക്കെ കാണുവാനും ആ ജനം ഒന്നിച്ചു കൂടിയതായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ജനമെല്ലാം കൂടി. ഈ പാവം പിടിച്ച മനുഷ്യനും ഈ വയോധികനായ ശുശ്രൂഷകനും ആ യാർഡിലിറങ്ങി നോക്കുമ്പോൾ ആരും തന്നെ സ്വീകരിപ്പാനില്ല. സ്വാഭാവികമായും അദ്ദേഹം ഇങ്ങനെ ചോദിക്കുവാനിട വരും, കർത്താവേ, എന്നെ ആര് സ്വീകരിപ്പാനിടയില്ല? നോക്കിക്കോണം, വർഷങ്ങളോളം ദൈവത്തിന്റെ വേല ചെയ്തയാളാ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അറിയാതെ പൈശാചിക അദ്ദേഹത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന ഒരാലോചനയാ, നിന്നെ സ്വീകരിപ്പാൻ ആരും വന്നില്ല. അപ്പോൾ അവനിങ്ങനെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്നെ സ്വീകരിപ്പാൻ ആരും വന്നില്ല. ഉടനെ അവനൊരു അശരീരി പോലെ ഒരു ശബ്ദം കേട്ടു, നീ ഇതുവരെയും നിന്റെ രാജ്യത്തിൽ എത്തിയിട്ടില്ല, നീ ഇതുവരെയും നിന്റെ ഭവനത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് നീ ഭവനത്തിലേക്ക് വരുമ്പോൾ കോടാനുകോടി ദൂതന്മാർ നിന്നെ സ്വീകരിപ്പാൻ നിന്റെ അടുക്കലേക്ക് വരും. അദ്ദേഹം സംതൃപ്തനായി. ദൈവത്തിന്റെ വാക്ക് കേട്ടപ്പോൾ അദ്ദേഹം സംതൃപ്തനായി തീർന്നു. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, ലോകേ ഞാനൊട്ടും തികച്ചു സ്വർഗ്ഗേ വിരുദിനായി, ലോകേ ഞാൻ
വന്നിടും ഞാൻ മറുരൂപമായി ബാലനേശുരാജൻ സന്നിധോ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ താതൻ പേർക്കായി സേവ ചെയ്തതാൽ താതനെ മാനിക്കുവാനായി താതൻ പേർക്കായി സേവ ചെയ്തതാൽ താതനെ മാനിക്കുവാനായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളായി ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ഭക്തന്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന് അറിയാം ദൂതസംഘം മുഴുവൻ എന്നെ എതിരേൽക്കുവാനായിട്ട് കടന്നു വരുന്ന ഒരു ദിവസമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥമായ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസികൾ, ജീവപര്യന്തം വിശ്വസ്തരായിരിക്കുന്നവർ, രക്തസാക്ഷികളാകുന്നവർക്ക് അവർ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അവർക്ക് ജീവകിരീടം ലഭിക്കും. ഈ മനുഷ്യന്, ഈ പ്രയാധിക്യത്തിലുള്ള മനുഷ്യനും അദ്ദേഹത്തിന് ബോധ്യമായി, എന്റെ ജീവിതം അവസാനിച്ച് ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ എന്നെ സ്വീകരിപ്പാൻ കോടാനുകോടി ദൂതന്മാർ സ്വർഗീയ പർദീസയിലേക്ക് ആനയിക്കുന്ന ഒരു ദിവസമുണ്ട്. പിന്നീട് ഒരിക്കലും അദ്ദേഹം ആ പരാതി പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തിൽ കഷ്ടതയും പ്രയാസവും രോഗങ്ങളും ഒക്കെ ഉണ്ടാകാം. അത് ദൈവം അറിയാതെ അല്ല, അത് ദൈവം അറിഞ്ഞിട്ട് സംഭവിക്കുന്നതാ. എന്നാൽ പൗലോസിന് കൊടുത്ത കൃപ നിന്റെ മേൽ അവൻ ശക്തിയായി നൽകും. പൗലോസ്ലീഹ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. 3 വട്ടം പ്രാർത്ഥിച്ചു. നമ്മൾ എത്രയോ പേർക്ക് ദേവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയിട്ടും ഈ ദൈവത്തെ വാസ്തവമായി അറിയാത്തവർ എത്രയോ പേര് അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് രോഗങ്ങളൊക്കെ വരാം, പ്രയാസങ്ങളൊക്കെ വരാം, ബുദ്ധിമുട്ടുകളൊക്കെ വരാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ട് ദൈവത്തിന്റെ നാളോളം നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാനായിട്ട് നമുക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഞാൻ 6 കിരീടങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കിരീടത്തെ കുറിച്ച് പറഞ്ഞു. ജീവകിരീടം, ദ ക്രൗൺ ഓഫ് ലൈഫ്. ആമേൻ. അത് ലഭിക്കേണ്ടത് ആർക്കാണെന്ന് ഞാൻ ഓർപ്പിച്ചു. രണ്ടാമത്തെ കിരീടം വാടാത്ത കിരീടമാണ്, ദ ക്രൗൺ. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 9:24-25 ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നുവല്ലോ. നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവേ. അംഗം പൊരുന്നവൻ ഒക്കെയും സകലത്തിനും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടത് തന്നെ. നാമോ വാടാത്തതും പ്രാപിക്കേണ്ടത് തന്നെ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവരെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. അപ്പൊ ഈ ലോകമാകുന്ന ഓട്ടക്കളത്തിൽ അനേകരെ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുക, എന്നാൽ ബിരുദ് പ്രാപിക്കുന്നവരുണ്ട്. ആമേൻ. അവിടെ പറയുന്നത് എന്താ? ഒരു കൂട്ടർ വാടുന്ന കിരീടമോ നാമോ വാടാത്തതും പ്രാപിക്കേണ്ടത് തന്നെ. അപ്പൊ നമുക്ക് ലഭിക്കുന്ന വാടാത്ത കിരീടം.
അല്ലെ? ഒളിമ്പിക്സിൽ ആദ്യകാലങ്ങളിൽ, ഇപ്പം സ്വർണ്ണ കിരീടമൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല. ആദ്യകാലങ്ങളിൽ ആമേൻ ദൈവത്തിന് സ്വന്തം ഓലിവില കൊണ്ട് ആമേൻ ഒരു കിരീടമുണ്ടാക്കി അവർക്ക് കൊടുക്കും. അന്നത് കിട്ടിയാൽ എന്തോ ഓട്ടക്കളത്തിൽ ഓടി വിജയം പ്രാപിച്ചവർക്ക് കിട്ടുന്ന കിരീടമാ അവര് കൊണ്ടുവന്ന്. ഇന്നത്തെ പോലെ ഷോക്കേസ് ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഒരാണി അടിച്ച് അവരുടെ അവരുടെ ആളിലോ അല്ലെങ്കിൽ എവിടെയോ ഇങ്ങനെ തൂക്കിയിടുകയുള്ളൂ. ചില ദിവസങ്ങൾ കഴിയുമ്പോ അത് മാറിപ്പോ. എന്നാൽ വാടാത്ത കിരീടം നമുക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണമെന്നിവിടെ ഓർപ്പിക്കുക. അപ്പൊ ആത്മീയ ഓട്ടക്കളത്തിൽ സ്ഥിരതയോടെ ഓടണം. ഓട്ടം തികയ്ക്കുന്ന ഭക്തന്മാർക്ക് എന്ത് ലഭിക്കുമെന്നറിയാമോ? കർത്താവ് ഓടാത്ത കിരീടം കൊടുക്കും. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം അവിടെ ഇങ്ങനെ പറയുകയാണ്, നമ്മൾ എങ്ങനെയാണ് ഓടേണ്ടതെന്ന്. ദൈവത്തിന് സ്വതന്ത്രം. ആകയാൽ നാമും സാക്ഷിയുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ആകയാൽ നാമും സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല പാപവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ദൈവത്തിന് സ്വന്തം. അങ്ങനെയാണെങ്കിൽ ഓട്ടക്കളത്തിൽ നമ്മൾ സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. നമുക്കറിയാം, നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഓടുവാനുള്ള സ്ഥലം ഇടുക്കമുള്ള വാതില. സ്വന്തം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇടുക്കമുള്ള വാതില. എന്നാൽ അതിലൂടെ നമ്മൾ കടക്കാൻ തക്കവണ്ണമാ, അതിനുള്ള പരിശീലനമാ നമുക്ക് ലഭിക്കുന്ന ഈ ഐഹിക ജീവിതകാലത്തെ സുവിശേഷ പ്രസംഗങ്ങളും ആരാധനകളും കൂട്ടായ്മകളും ഒക്കെ ഈ ഐഹിക ജീവിതകാലത്ത് സ്ഥിരതയോടെ ഓടാനാ. അങ്ങനെ ഓടുന്നവർക്ക് വാടാത്ത കിരീടം ലഭിക്കുമെന്ന് പറയുകയാണ്. പൗലോസ്ലീഹ പറഞ്ഞു, ഇങ്ങനെ പറയുന്നുണ്ട്. ആമേൻ. അതിന്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്, ലഭിച്ചു കഴിഞ്ഞു എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നേ ഉള്ളൂ. പൗലോസ്ലീഹ പറയുക, എന്താ പറയുന്നറിയാമോ? ശ്രദ്ധയോടെ ഞാൻ ഓടുകയാ. എന്നാലും അദ്ദേഹം ഇങ്ങനെ പറയുകയാ, ലഭിച്ചു കഴിഞ്ഞു എന്നോ അല്ലെങ്കിൽ ആമേൻ എനിക്കത് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ അത് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ആമേൻ അതെങ്ങനെ പിടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഓടുകയാണ് എന്ന് പറയുകയാണ്. അപ്പൊ ഞാൻ പിന്തുടരുന്നേ ഉള്ളൂ എന്ന് ഒരു വാക്യം അവിടെ വരുന്നുണ്ട്. ഒന്ന്, അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് യേശു ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. ലേഖനത്തിലും അത് ഓർപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വിശ്വാസകളത്തില് ആമേൻ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ നമ്മൾ ഓടുമ്പോൾ എനിക്ക് ലഭിച്ചുവെന്ന് നമുക്ക് കരുതരുത്. എന്നാൽ ഒരു വിശ്വാസമുണ്ട്, എനിക്ക് ലഭിക്കുമെന്ന്. ഞാൻ പിടിക്കാമോ എന്ന് വെച്ച് ഓടുക എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പിൻപിലുള്ളത് മറക്കുന്നു. എനിക്ക് തോന്നുന്നു പൗലോസ്ലീഹയെ പോലെ സമ്പന്നനായ ഒരു മനുഷ്യൻ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരിലില്ല. അനേക കപ്പലുകളുടെ ഉടമയായിരുന്നു എന്നാണ് നമ്മുടെ നേതാക്കളെ പറയും. മഹാസമ്പന്നനായിരുന്നു മനുഷ്യൻ. പക്ഷേ ആമേൻ അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, താൻ വിശ്വസിക്കുന്ന മതം, അതിന്റെ പ്രമാണങ്ങൾ, അത് അണുവിട ആമേൻ അനുസരണക്കേട് കാണിക്കാതെ ആമേൻ യേശു കർത്താവ് വന്നില്ലെന്നും പറഞ്ഞ് ആമേൻ ഭൂമിയിൽ വന്ന മെസ്സിഹ യഹൂദന്മാരുടെ മെസ്സിഹയല്ലെന്ന് പറഞ്ഞ് അന്ന് യഹൂദ ക്രിസ്ത്യാനികളായിരുന്നവരെ പീഡിപ്പിക്കുവാനായിട്ട്, കൊല്ലുവാനായിട്ട് അധികാരപത്രവുമായിട്ട് പോകുന്നവരായിരുന്നു ആര്? ദൈവത്തിന്റെ സ്തോത്രം, പൗലോസ്ലീഹ. അതുകൊണ്ടാണ് തന്റെ ജീവിതത്തിൽ ആ തെറ്റ് ചെയ്തത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ആമേൻ ദമസ്കോസിൽ പടിവാതിക്കൽ നിൽക്കുമ്പോൾ, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത്. ഇന്ന് പകൽ നമ്മോട് ചോദിക്കുന്നു, ലോകത്തോട് ചോദിക്കുന്നു, ആമേൻ നീ എന്നെ ഉപദ്രവിക്കുന്നത്, നീ യേശുവിന്റെ വാക്ക് കേൾക്കാതെ ലോകത്തിന്റെ മോഹത്തിലും സന്തോഷത്തിലും നീ ജീവിക്കുന്നു എന്ന് ആമേൻ വളരെ ആമേൻ നമ്മോട് ആമേൻ ഒരു മർമ്മസ്വരത്തിൽ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുക ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവന് പറഞ്ഞു, നീ ആരാകുന്നു? അതെന്നെ അങ്ങനെ പറയാൻ കാര്യം.
പ്രിയപ്പെട്ടവരെ, അവന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ കല്ലെറിയുന്നവരുടെ വസ്ത്രം സൂക്ഷിക്കുന്നവനും സ്തെഫാനോസ് മരിക്കുന്നത് കാണുവാൻ ആഗ്രഹിച്ചവനുമായിരുന്നു. എന്നാൽ അവനൊരു കാര്യം കണ്ടു. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ അവൻ ആത്മാവിലായി സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് തന്നെ സ്വീകരിക്കുവാൻ നിൽക്കുന്നത് കണ്ടു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇവൻ കേട്ടവനായിരുന്നു. അന്നേരം മുതൽ ഇവൻ യേശുവിനെ മനസ്സിലാക്കി. യഹൂദന്മാരുടെ മെസ്സിഹയായിരുന്നു യേശുവെന്ന് യഹൂദനായിരുന്ന പൗലോസിന് പിടികിട്ടി. അതുകൊണ്ടാണ് പൗലോസ് ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞത്. എത്ര നാളായി സഹോദര സഹോദരി, ആമേൻ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നു. കേരളക്കരയിൽ കേട്ടതുപോലെ മറ്റൊരു സ്ഥലത്തും കേട്ടിട്ടില്ല. എന്നിട്ട് നമ്മളിപ്പോൾ എന്തായിരിക്കുന്നു എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് ഈ പ്രഭാതവേളയിൽ നല്ലതായിരിക്കും. യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം നീ കൊടുക്കുമോ? കൊടുത്താൽ അവൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുമെന്ന് അവൻ വാഗ്ദത്തം നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആമേൻ, ഓട്ടക്കളത്തില് പിടിക്കാമെന്ന് വെച്ച് ഓടിയ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ പിടിക്കാമോ എന്ന് വെച്ച് ഓടുകയാണ്. അതുകൊണ്ട് ആമേൻ, ദൈവത്തിന് സ്തോത്രം. അതെനിക്ക് പ്രാപിക്കുമോന്ന് അറിയില്ല, ദൈവകൃപ ഉണ്ടെങ്കിൽ പ്രാപിക്കാൻ കഴിയുള്ളൂ എന്ന് അപ്പോസ്തലന് നല്ലവണ്ണം അറിയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, എന്റെ പിൻപിലുള്ളത് മുഴുവൻ ഞാൻ മറക്കുക. എന്താ, ഞാൻ ആളുകളെ കൊന്നത്, ആളുകളെ ഉപദ്രവിച്ചത്, ജയിലിലടച്ചത്, അതെല്ലാം എന്റെ കർത്താവ് ക്ഷമിച്ചു തന്നു. എങ്ങനെയാണ് ക്ഷമിച്ചു തന്നത്? നിന്റെ പാപസമുദ്രത്തിന്റെ ആഴത്തിലേക്ക്. ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, പണ്ട് നമ്മൾ ഏറ്റു പറഞ്ഞ പാപവും ദൈവമേ ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. അതെന്നാണെന്ന ദൈവം നമ്മളെ അവന്റെ രക്തം കൊണ്ട് ശുദ്ധീകരിച്ച് ആ പാപസമുദ്രത്തിന്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പുതിയ പാപം വല്ലതും ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അഥവാ ചെയ്താൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് കരുണ ലഭിക്കും. അതുകൊണ്ട് ആമേൻ, പ്രിയപ്പെട്ടവരെ, ആമേൻ, നമ്മളിങ്ങനെ കാണുന്നുണ്ട്. എബ്രായലേഖനം 12:2 വിശ്വാസത്തിന്റെ നായകനും യേശുവിനെ നോക്കുക, തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. വലത്തുഭാഗത്തിരിക്കുക. അപ്പൊ നമ്മുടെ പ്രത്യാശ അതാണ്. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് അവൻ എല്ലാം എനിക്ക് വേണ്ടി ചെയ്ത്, ഞാൻ എന്റെ കാര്യങ്ങൾ പറയുക, എന്റെ പാപത്തിനുള്ളതെല്ലാം കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർത്ത് എന്നെ വീണ്ടെടുത്തു. ഞാനാണ് ക്രൂശിൽ മരിക്കേണ്ടവൻ, ഞാനായിരുന്നു പാപി, എന്നെയാണ് ക്രൂശിൽ തളയ്ക്കേണ്ടത്. എന്നാൽ പാപമില്ലാത്തവൻ എനിക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി തീർന്നപ്പോൾ എന്റെ പാപത്തിന് എനിക്ക് ക്ഷമ ലഭിച്ചു, പാപക്ഷമ കിട്ടി. അങ്ങനെയാണെങ്കിൽ അതേ പൗലോസ് പറയുക, ഇനി മുതൽ നിങ്ങൾ കൗലടയന്മാരല്ല, നിങ്ങൾ ദൈവത്തിന്റെ മക്കളത്രേ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതാ കൺമീൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം, പുത്രനെ ഭൂമിയിലേക്ക് വെച്ച സ്നേഹം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസ ഓട്ടക്കളത്തിൽ നമുക്കൊരു വാടാത്ത കിരീടം ദൈവം വെച്ചിട്ടുണ്ട്. അത് നേടുവാൻ തക്കവണ്ണം നമ്മൾ ഓടുമോ പ്രിയപ്പെട്ടവരെ? ആമേൻ. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലോ മാത്രമല്ലയോ, ഓട്ടക്കളത്തിലോടുന്നവരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നവൻ മാത്രമല്ലയോ. പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നവരേകൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നവരേകൻ മാത്രമല്ലയോ. നല്ല പോരാട്ടം പോരാടി ഓട്ടം തികയ്ക്കാം. വല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടം തികയ്ക്കാം. നല്ലവന്റെ
തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓ ഭാരം പാവം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. എന്നിട്ട് പറയാ പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാ മുന്നിലുള്ള ലാക്കിലേക്കും നേരെ ഓടിടാ. ഓ പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാ മുന്നിലുള്ള ലാക്കിലേക്കും നേരെ ഓടിടാ. അങ്ങനെയാണെങ്കിൽ ഈ നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടുമ്പോൾ വല്ലവന്റെ പാത പിന്തുടരുമ്പോൾ ഭാരവും പാപവും തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികച്ചാൽ വാടാത്ത കിരീടം കിട്ടും. അതേ പൗലോസിനെ പോലെ പിന്നിലുള്ളതൊക്കെയും മറന്ന് പോയിട്ട് മുന്നിലുള്ള ലാക്കിലേക്ക് ഓടാമെന്ന് ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. ആമേൻ. ഇവിടെ നമ്മൾ കണ്ടല്ലോ, ആമേൻ, വാടാത്ത കിരീടം. ഈ ലോകത്തിലുള്ളതെല്ലാം വാടിപ്പോകുന്ന കിരീടങ്ങളാണ്, ദൈവത്തിന് വിലയില്ലാതായി തീരുന്ന കിരീടങ്ങളാണ്. ആമേൻ. വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആമേൻ. അതായത് ദൈവത്തിന്റെ സ്തോത്രം, ഏറ്റവും കഠിനമായ ശോധനകളിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ, ആമേൻ, വിശ്വാസി എടുക്കപ്പെട്ട ശേഷം 3 വർഷം മഹോത്തരവ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുക, സ്വർണം ആമേൻ മലം പോലെ എറിഞ്ഞു കളയുമെന്ന്. ആർക്കും വേണ്ട. ഏറ്റവും സ്വർണം കൊണ്ടുണ്ടാക്കിയ കിരീടവും അത് വിലയില്ലാത്തതായി തീരും. ദൈവത്തിന്റെ സ്വന്തം മാമേൻ മനുഷ്യൻ പാറകളെ ഞങ്ങളെ വന്ന് മൂടുവീൻ എന്ന് പറയും. ആകാശത്ത് നക്ഷത്രങ്ങൾ പൊഴിഞ്ഞു വീഴുവാനായിട്ട് തുടങ്ങും. അവര് പറയും, മലകളെ ഞങ്ങളെ വന്ന് മൂടുവീൻ. ആ ഒരു കാലം വരുന്നതിന് മുമ്പ് ആമേൻ. എന്നാൽ നമുക്കൊരു ഉത്തമ വിശ്വാസമുണ്ട്. നമ്മുടെ യേശു മധ്യാകാശത്തിൽ കോടാനുകോടി ദൂതന്മാരുമായി അവൻ വരും, നമ്മളെ ചേർക്കും. സ്വന്തം പറഞ്ഞാണ്ട് ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത് ഒരു കിരീടം കൂടെ പറഞ്ഞ് ആമേൻ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ആമേൻ. ഇവിടെ പറയുകയാണ് ഒരു നീതിയുടെ കിരീടം. 2 തീമോഥെയോസ് 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ. 2 തീമോഥെയോസ് 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അവിടെ പറയുകയാണ്, നല്ല പോർ പൊരുത്. വായിക്കാം. 4:7. ഞാൻ നല്ല പോർ പൊരുതു. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു. നമുക്ക് പറയാൻ കഴിയുമോ ഇതുവരെ നല്ല പോർ പൊരുതോ? സ്വതന്ത്രം പറഞ്ഞ് നമുക്ക് കഴിയാവുന്നതോളം ചെയ്തില്ലേ? അപ്പൊ അങ്ങനെയാണ് സ്വതന്ത്രം പറ. അല്ലേ? അതാ പൗലോസിനേറെ പറയാറുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുടെ ന്യായവിധ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച് ഏവർക്കും കൂടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. വാടാത്ത കിരീടത്തിന് വേണ്ടി ഓടിയ പൗലോസിന് ഒരു ഉറപ്പ് കിട്ടി, നീതിയുടെ കിരീടം നിനക്കുണ്ട്. ഹല്ലേലൂയ. അവൻ പറയുകയാണ്, അതുകൊണ്ട് ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആമേൻ. ആയതുകൊണ്ട് നീതിയുടെ കിരീടം എനിക്കായി എപ്പോഴാ? എന്റെ അവസാന കാലയളവിൽ, തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ആമേൻ തീമോഥെയോസിനോട് പറയുകയാ, ഞാൻ ഇതുവരെ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതി കിരീടം എനിക്കായി ഒരുക്കിയിട്ടുണ്ട്. തീമോഥെയോസേ, നിന്നെ ഞാൻ വീണ്ടും ജനിപ്പിച്ചവനാ. അതുകൊണ്ട് നീ ഈ പ്രത്യാശയോടെ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ ഓടണമെന്ന് തീമോഥെയോസിനോട് പറയുകയാണ്. എന്താണ്? ആമേൻ. ഓട്ടക്കളത്തിൽ ഓടിയപ്പോൾ താൻ നേരിടേണ്ടി വന്നതായ ആമേൻ ആ പരീക്ഷണങ്ങള്, അത് ലോകം, പാപം, ജഡം, ലോകം, പാപം, പിശാച്, ഇതിനെ ജയിക്കുവാൻ തക്കവണ്ണം അവന് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ലോകത്തെ ജയിക്കാൻ കഴിഞ്ഞു, പാപത്തെ ജയിക്കാൻ കഴിഞ്ഞു, പിശാചിന്റെ പരീക്ഷണങ്ങളെ ജയിക്കാൻ കഴിഞ്ഞു. അപ്പം പിശാചിന്റെ പരീക്ഷണങ്ങളെ ജയിച്ചിട്ട് യേശു കർത്താവ് നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ യേശുവിന്റെ മക്കളാണെങ്കിൽ പൈശാചികന്റെ ഏത് പോരാട്ടങ്ങളെയും നമുക്ക് ജയിക്കാനായിട്ട് കഴിയും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പ്രസംഗിച്ചിരുന്നു നരകത്തെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, ആരും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്.
എല്ലാവർക്കും സ്വർഗരാജ്യത്തെ കുറിച്ച് മാത്രം കേട്ടാൽ മതി. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനത് പ്രസംഗിച്ചപ്പോ ഒത്തിരി ആളുകൾക്ക് ഒത്തിരി സന്തോഷമായി. ഇതാണ് ഈ അന്ത്യകാലത്ത് പറയേണ്ട ശുശ്രൂഷ എന്ന് എന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് പറയാനായിട്ട് ഇടയായി തീർന്നു. എവിടെ ഞാനിത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ഈ കാലങ്ങളിൽ നരകം എന്താണ്, സ്വർഗം എന്താണ് എന്നെപ്പോഴും പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഈ നരകത്തിന്റെ അവസ്ഥ അറിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാപി അത് കേട്ടാൽ അവൻ മാനസാന്തരപ്പെടുവാനിടയായിത്തീരും. ക്രിസ്തുവിന്റെ സുവിശേഷം വിശ്വസിപ്പാൻ അവനിടയായിത്തീരും. ഈ വാഗ്ദത്ത വചനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തീയ ഓട്ടക്കളത്തിൽ അവന് ഓടുവാനായിട്ട് കഴിയും. ദൈവത്തിന് ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ലോകം, പാപം, പിശാച് അതിനെ ജയിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസിന് കഴിഞ്ഞുവെങ്കിൽ അതോടൊപ്പം തന്നെ പറയുകയാണ്, ശത്രുവിന്റെ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൂടാതെ ദുരുപദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൗലോസ് പഠിപ്പിച്ചങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ മറ്റൊന്ന് പഠിപ്പിക്കുന്ന ആളുകൾ അത് സഭയിൽ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രമിക്കുമ്പോൾ പാപത്തിന്റെ പരീക്ഷകൾ കടന്നു വന്നിട്ടുണ്ട്. അശുദ്ധിയിലേക്ക് പോകുവാൻ തക്കവണ്ണമുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ എന്നിവയ്ക്കെതിരെ താൻ പോരാടി എന്നിട്ട് പറയുകയാണ്, എന്നെ പലരും ഒറ്റപ്പെടുത്തി. അപ്പൊ ക്രിസ്തീയ ഓട്ടങ്ങളത്തിൽ ഓടുമ്പോ എല്ലാവരും ആ പുള്ളി നല്ലതാന്ന് പറയല, ഇല്ലേ? പിന്നെ നമ്മോട് പറയലെന്നുള്ളതേ ഉള്ളൂ. അയ്യോ, എന്തോ സംസാരമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പലരും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി. പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണെവിട വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ പൗലോസിന്റെ കണ്ണുകൾ. എന്നിട്ട് പറയുകയാണ്, എന്നെ നിസ്സാരനാക്കി അപമാനിച്ചു, എന്നെ തള്ളിക്കളഞ്ഞു, ആക്ഷേപിച്ചു, ഒടുവിൽ ഞാൻ ജയാളിയായി. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു. നമുക്ക് വായിക്കാം. എഫെസ്യ ലേഖനം 6:12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളും അത്രേ. അങ്ങനല്ലേ? എനിക്ക് തെറ്റിയാണോ വായില്ലേ? നമുക്ക് പോരാട്ടമുള്ളത് ബെരോവയിലെ വിശ്വാസികളോട് ശരിയാണോ നോക്കട്ടെ. പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നിന്റെ സഹോദരനോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടസേനകളോടും. സ്വർഗത്തിൽ ദുഷ്ടന്മാരുണ്ട്. ഞാനോട് പറഞ്ഞിട്ടുണ്ട്, സ്വർഗമെന്ന് പറയുമ്പോൾ ആകാശമണ്ഡലം സ്വർഗമാണ്, നക്ഷത്രമണ്ഡലം സ്വർഗമാണ്, സ്വർഗാദി സ്വർഗമാണ്. അപ്പൊ നക്ഷത്രമണ്ഡലത്തിൽ ആരുണ്ട്? ഈ പറഞ്ഞ ദുഷ്ടാത്മ സേനകളുണ്ട്. അവിടെ നിന്ന് അവൻ നിയന്ത്രിക്കുന്നത്, അല്ലേ? ജോസ് പ്രസംഗം കഴിഞ്ഞു പോകുമ്പോൾ ജോസിനെ എങ്ങനെ ട്രാപ്പിലാക്കാമെന്ന് ചിന്തിക്കുന്നത് അവന് ലൂസിഫർ അതായത് ആകാശമണ്ഡലമാകുന്ന ദൈവത്തിന്റെ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താ പറയുന്നത്? നല്ല പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. അപ്പൊ ഈ വാഴ്ച ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്, എപ്പോഴും ഈ ദിവസങ്ങളിൽ പ്രസംഗം പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഞാനിതാ പറയുന്നത്, ജഡരക്തങ്ങളോടല്ല എന്ന് പറയാൻ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം വേദവസത്തിൽ അറിയാം. ജഡരക്തങ്ങളോട് പോരാട്ടം ഇല്ലാതെ പൗലോസ് അങ്ങനെയായിരുന്നു. എന്നാൽ ഒരു ഉദാഹരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ധനവാനായ മനുഷ്യൻ, അവന് യാതനാസ്ഥലത്ത് കിടന്നപ്പം ഇനി യാതനാസ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വരാൻ കഴിയില്ലെന്ന് അബ്രഹാം പിതാവ് പറഞ്ഞപ്പോ, ഓർത്തോണം, ഇന്ന് പകൽ ഓർത്തോണം, ഈ പുറത്തുവരത്തെ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച സ്വർഗത്തിൽ പോകുന്നില്ല, നാമതേ ക്രിസ്ത്യാനിയായി ജീവിച്ച സ്വർഗത്തിൽ പോകുന്നില്ല. ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ദൈവമകനായി ജീവിച്ച് ദൈവത്തിന് സ്തോത്രം, എന്നാലേ പോവുകയുള്ളൂ. അങ്ങനെയുള്ള പിതാക്കന്മാർ പറയുന്നത്, ഇത് വെടിപ്പുള്ളവർക്കും വിശുദ്ധിയുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു. എന്താ വിശുദ്ധി വെടിപ്പും? ക്രിസ്തു ഉള്ളത്തിൽ വരുമ്പോഴാ നമുക്ക് വിശുദ്ധി ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ധനവാനായ മനുഷ്യന് വളരെ ദുഃഖമുണ്ട്. വെള്ളം ചോദിച്ചു, ഞാൻ ചുരുക്കി പറയാം, വെള്ളം ചോദിച്ചു, വെള്ളം കിട്ടിയില്ല. യാതനാസ്ഥലത്ത് പൊള്ളുന്ന ചൂട, അഗ്നിയ, അവിടെ വെള്ളം ആവശ്യമാണ്, പക്ഷെ വെള്ളം കിട്ടത്തില്ല. അയ്യോ, രാസനെ അയച്ച് ഇച്ചിരി എത്ര ചോദിച്ച വെള്ളം? വിരളെ ചോദിച്ചു, അല്ലേ? അയ്യോ, നമ്മളൊക്കെ ആണ് എന്ത് പുള്ളികൾ ഒരു കൂടെ വെള്ളം ചോദിച്ചത്. കിടക്കുന്ന എവിടാ?
ഒരു കുടം വെള്ളം കുടിക്കാം നമുക്ക്. ആകാശത്തല്ല, നമ്മൾ കിടക്കുന്ന യാതൊരു സ്ഥലത്ത്. അപ്പൊ ആ ദുഷ്ടൻ കിടക്കുന്ന യാതൊരു സ്ഥലത്താ. അവൻ അപ്പൊ നമുക്ക് ഒരു കുടം വെള്ളം കുടിക്കാം. നമ്മൾ ചോദിക്കും, പക്ഷെ അയാൾ ഒരു ഡ്രോപ്പ് വെള്ളം ഒരു വിരലില് കൊണ്ടുവന്ന് എന്റെ നാവിന്മേൽ വെക്കാതെ വെച്ചു. പറഞ്ഞു അത് സാധ്യമല്ല. അപ്പൊ പറഞ്ഞ അദ്ദേഹത്തെ ഒന്ന് വിട്. അപ്പോഴാ അദ്ദേഹത്തിന് മനസ്സാന്തരം ഉണ്ടായത്. അതേ ഞാൻ പറഞ്ഞ് ജഡവ്യക്തികളോടുള്ള സ്നേഹം അവിടെ വെളിപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെല്ലാം ധനവാന്റെ സഹോദരന്മാരെല്ലാം തന്നെ പോലെ തന്നെ ലോകസ്നേഹികളായി യേശുവിനെ അറിയാതെ ജീവിക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യോ ലാസറിനെ ഒന്ന് അയച്ച് എന്റെ സഹോദരന്മാരെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം. അവർ യാതൊരു സ്ഥലത്ത് വരരുത്, അല്ലേ? വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ യാതൊരു സ്ഥലത്ത് കിടന്നാലോ, നമ്മൾ യാതൊരു സ്ഥലത്താണ് കിടക്കുന്നെങ്കിലോ മുഴുവനെങ്കിൽ പോയിട്ട് നമ്മൾ പറയും. പ്രിയപ്പെട്ടവരെ, അവരുടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, അവന് മനസ്സാന്തരം ഉണ്ടായി, പക്ഷെ രക്ഷയില്ല, അല്ലേ? ചില ആളുകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഈ ദൈവരാജ്യ ഇന്ന് നീ എന്നോട് പ്രതീക്ഷയിലിരിക്കുന്നു എന്ന് പറഞ്ഞ വലത്ത് ഭാഗത്തെ കള്ളന്റെ കൂട്ട് ഞാൻ ഒടുവില്ലെന്ന്, അല്ലേ? ചിലരോട് പറയും വേദോത്സവമൊക്കെ വായിക്കാൻ പറയും. ഇപ്പോഴൊന്നും അല്ല വേദോത്സവം വായിക്കുന്നത്. വയ്യാതാവുമ്പോൾ കാലിന് വേദനയൊക്കെ ആയി വയ്യാതിരിക്കുമ്പോഴാണ് വായിക്കേണ്ടത്. നിന്റെ ആകുന്ന കാലത്ത് നീ ഇത് വായിച്ചില്ലെങ്കിൽ ആമേൻ വേദന വരുമ്പോൾ നിനക്കിത് വായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോഴേ ആരംഭിക്കണം. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു, അവിടെ ആരൊക്കെയുണ്ട്? പ്രവാചകൻ മോശയുണ്ട്, പ്രവാചകന്മാരുണ്ട്. അവര് പറഞ്ഞു കേട്ടില്ല. പിന്നെ ഇനിയും ഇദ്ദേഹം എന്ന് പറഞ്ഞാലാണ് ലാസർ പറഞ്ഞു. എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നുന്നത്, ഈ ധനവാൻ ലാസറിന്റെ മുഖത്ത് നോക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. ലാസർ കിടന്നത് എങ്ങനെയാ? ലാസർ കിടന്നത് അവൻ മരണം നിറഞ്ഞവനായിട്ട് വേദനിച്ച മുഖമായിട്ട് കിടന്നു. പക്ഷെ ധനവാൻ കാണുന്നത് അവന് തേജസ്സുള്ള ശരീരത്തിൽ ഇരിക്കുന്നതാണ്. അതുകൊണ്ടാ അവൻ പറയുന്നത്, എനിക്കോ വന്നുപോയി, ഞാനിനി ഇങ്ങനെ തന്നെ നശിക്കുള്ളൂ. കാരണം പറഞ്ഞല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് പോകാനും അവിടുന്ന് ഇങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. അതാ എന്റെ സഹോദരന്മാർ. അപ്പൊ അതാണ് ഒരു വിശ്വാസി തന്റെ രക്ഷിക്കപ്പെടാത്ത അല്ലെങ്കിൽ ദൈവമക്കളാകാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആമേൻ ഒരു ആഹ്വാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകുന്നത്. ഏത് കൂട്ടായ്മ ചെന്നാലും നശിച്ചു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള ആമേൻ ആഗ്രഹം, വാഞ്ച മറ്റുള്ളവർക്ക് വല്ലതുണ്ടോ? അങ്ങനെ ഞാൻ പറയാം, അവർക്കാർക്കുമില്ല. ഞാൻ ഒരു കാലത്ത് ഇതൊന്നും അറിയാതെ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയ ഞങ്ങൾ ഖത്തറിൽ പാർക്കുമ്പോൾ വീട്ടില് ഒരു ഭവനത്തിൽ നിന്ന് ഒരു വിരുന്നുകാര് പോയി. അയ്യോ, ഇഷ്ടംപോലെ ബിയർ കൊടുത്തു. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നത് കൊണ്ട് എനിക്കത് ലഭിക്കുമായി. ഞങ്ങൾക്ക് എൻ്റെ കോട്ടയുണ്ട്, അതുകൂടെ വയ്ക്കുന്നത്. അപ്പൊ ഞാൻ ഇഷ്ടംപോലെ കൊടുത്തു, ബിയറാണ് കൊടുത്തത് കേട്ടോ. പക്ഷേ അന്നൊരു ബിയർ കുടിച്ചാൽ ഒരു പാവമാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. ഞാനിത് മറ്റൊന്നും കൊണ്ടല്ല പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചപ്പോൾ വേദപുസ്തകത്തിൽ 4 ഇടങ്ങളില് ആമേൻ സ്വർഗരാജ്യം അവകാശമാക്കാത്ത ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അവർ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ കരുണ ലഭിക്കും. അതാ ദൈവത്തിന്റെ ദയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആമേൻ തന്റെ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ തന്നോടൊപ്പം ഓട്ടം ആരംഭിച്ച പലരും വഴിയിൽ വീണുപോയി. പൗലോസ് പറയുക, ആ ഭാഗത്തോട് പിന്നെ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ദേമാസ് എന്ന് പറയുന്ന ഒരു തന്റെ ശിഷ്യൻ ലോകത്തെ സ്നേഹിച്ച് പിന്മാറിപ്പോയി. ഓട്ടക്കളത്തിൽ ഒത്തിരി പേര് ഓടുന്നുണ്ട്. എന്നാ പൗലോസ് പറയുകയാണ്, ദേമാസ് ലോകത്തെ സ്നേഹിച്ചു, അവൻ തന്റെ വഴിയിൽ നിന്ന് മാറിപ്പോയി. എന്നിട്ട് പറയുക, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, തിരികെ പോയി. ഒടുവിൽ പൗലോസ് പറയുന്നത്, ഒടുവിൽ അവന്റെ ഉപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതെ, പൗലോസ് പറയുക, എന്റെ ഉപനിധി, അവൻ പിന്മാറ്റത്തില് പോയെങ്കിലും എന്റെ ഉപനിധി എന്ന് പറഞ്ഞ യേശു കർത്താവ് എന്നെ ആ ദിവസം വരെ, കാരണം എന്റെ ഒന്നുകിൽ മരണമാകാം, അല്ലെ കർത്താവിന്റെ 2ാമത്തെ വരവാകാം, ആ ദിവസം വരെ കാപ്പാൻ ശക്തനാണ്. ഓ സ്തോത്രം. അങ്ങനെയുള്ള ഒരു ദൈവത്തിലാ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തികഞ്ഞ പ്രത്യാശയോടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പൗലോസ് ഓടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ പൗലോസ് തന്റെ നിര്യാണ സമയത്ത് പറഞ്ഞ കാര്യങ്ങളാ നമ്മൾ പറഞ്ഞത്. വിശ്വാസം കാത്തു, അല്ലെ?
മത്സരത്തിന്റെ പ്രധാന ഇനമാണ് വിശ്വസിക്കുക ഞാൻ മറുപോയിന്റിൽ എത്തുമെന്നുള്ളത്. ദൈവത്തിന് സ്വതന്ത്രം. റിലേ ഓട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓട്ടക്കളത്തിൽ റിലേക്ക് ഓടുന്നത് ഒത്തിരി പേരാണ് അല്ലേ? എന്നാൽ അവരുടെ ലക്ഷ്യം, അവർക്കൊരു വിശ്വാസമുണ്ട്, ഞങ്ങളുടെ ടീം ഫിനിഷിംഗ് പോയിന്റിൽ എത്തും. അപ്പൊ ആദ്യം ഈ ബാറ്റൻ പിടിക്കുന്ന ആള് അവന്റെ ആരോഗ്യമെടുത്തവനോടും. ദൈവത്തിന്റെ സ്വതന്ത്രം. അതായത് ജഡികമായ കാര്യമാണ്. അവന്റെ ആരോഗ്യം എടുത്ത് ഓടി അപ്പുറത്ത് ഇങ്ങനെ നിൽക്കുക, എന്നേക്കാൾ ആരെങ്കിലും മുന്നേ കയറിയെങ്കിൽ എന്റെ കൂടുള്ള ആളിന് കൊടുക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഒടുവില് ഏതെങ്കിലും ഒരുവന്റെ ബാറ്റൻ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ അവന് രക്ഷയില്ല, അവന് ഫിനിഷിംഗ് പോയിന്റ് എത്താൻ പോകത്തില്ല. അതാ പറഞ്ഞ ദേമാസ് ലോകത്തെ സ്നേഹിച്ചു, അവൻ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ നിന്ന് അന്യം നിന്ന് പോയി എന്ന് പറയുന്നത്. എന്നാൽ എനിക്കൊരു വിശ്വാസമുണ്ട്, എന്റെ ദൈവം എന്റെ ഉപനിധി ആ ദിവസം വരെ എന്നെ കാക്കാൻ ശക്തനാണ്. അതുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റ് ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ബാറ്റൺ സുവിശേഷമാകുന്ന ബാറ്റനാ. നമ്മൾ ഓട്ടക്കളത്തിൽ സുവിശേഷവുമായി ഓടണം. നമുക്ക് കിരീടം നഷ്ടമാകത്തില്ല. അപ്പൊ നീതിയുടെ കിരീടം ഒരുപക്ഷെ നമുക്ക് ലഭിച്ചേക്കാം. എന്നാൽ പൗലോസിന് അത് ഉറപ്പ് കിട്ടി ദൈവം. കാരണം അത്രമാത്രം കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു അപ്പോസ്തലൻ കൂടിയായിരുന്നു. ദൈവത്തിന് സ്വതന്ത്രം. 13 ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലോസിൻ്റെതായിട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി നിലനിന്ന പൗലോസ് ആ കഷ്ടതയുടെ പരിശോധനയുടെ സംഭവങ്ങളിലൂടെ നടക്കുമ്പോൾ ഒരു പോറൽ പോലും പാപത്തിന്റെ ഒരു പോറൽ പോലും ഏൽക്കാതെ അവൻ മറുകരെ എത്തുമെന്ന് ദൈവം അവൻ ഉറപ്പ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരുക്കി വെച്ചിരിക്കുന്ന ഈ നീതിയുടെ കിരീടം, നമ്മൾ ആദ്യം പറഞ്ഞു, ഒരു കിരീടത്തെ കുറിച്ച് പറഞ്ഞു, ജീവകിരീടം. രണ്ടാമതൊരു കിരീടം പറഞ്ഞു, വാടാത്ത കിരീടം. ഇവിടെ ഉള്ളതെല്ലാം വാടുന്നത്, നശിച്ചു പോകുന്നത്. എന്നാൽ വാടാത്ത കിരീടം സ്വർഗത്തിൽ കിട്ടും. നീതിയുടെ കിരീടം ക്രിസ്തുവിന്റെ സുവിശേഷ വേലയിൽ ഓട്ടക്കളത്തിൽ ഓടുന്നവർക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ. ഒരുപക്ഷെ നിനക്ക് ഒരു ആയുസ് 80 തന്നിരിക്കാം, അല്ലെ 90 തന്നിരിക്കാം, അല്ലെ 120 വരെ നീ പോയെന്നിരിക്കാം. ക്രിസ്തുവുമായി നിനക്കൊരു ബന്ധവുമില്ലെങ്കിൽ നീ പോകുന്നത് എവിടേക്കാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടാകുമോ? നീ പോകുന്നത് നിത്യദണ്ഡനത്തിലേക്ക്. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ ക്രിസ്തുവിനെ അനുധാവനം ചെയ്ത് ഓട്ടക്കളത്തിൽ ധീരതയോടെ സ്ഥിരതയോടെ ഓടുമെങ്കിൽ നീ സ്വർഗസന്നിധിയിൽ ചെന്നെത്തും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ നിവാസലമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നിത്യനായ സ്വർഗ്ഗപിതാവേ, വെളിപ്പാട് 3:11 ഞങ്ങൾ വായിച്ചു. ഞാൻ യേശു പറയുകയാണ്, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം. അതും പറയുന്നത് ലവോദിക്യ ഫിലദൽഫിയ സഭയ്ക്ക് വേണ്ടിയുള്ള കൊടുത്ത ദൂതാണ്. 7 സഭകളിൽ ഏറ്റവും ദൈവസഭയിൽ അകന്നു പോയൊരു സഭയോട് പറയുകയാണ്, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ വേണം, നിനക്കുള്ളത് നീ പിടിച്ചുകൊള്ളുക. ഒന്ന് ഞാനിവിടെ ഓർപ്പിച്ചു ജീവകിരീടം. രണ്ടാമതായിട്ട് ഞാൻ ഓർപ്പിച്ചു വാടാത്ത കിരീടം. 3 നീതിയുടെ കിരീടം. അത് ഉറപ്പ് പ്രാപിച്ച് അപ്പോസ്തലനായ പൗലോസ് സ്വർഗത്തിലേക്ക് കടന്നു പോയതായി നമ്മൾ കാണുകയാണ്. ഇന്ന് സ്വർഗീയ പ്രതീക്ഷയിൽ പൗലോസ് വിശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബലഹീനരാണ്, നമ്മൾ കുറവുള്ളവരാണ്. പോരാട്ട ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജഡത്തിൻ്റെതായ പോരാട്ടം, പിശാചിന്റെ പോരാട്ടം, പാപത്തിന്റെ പോരാട്ടം, ഇതൊക്കെ നമ്മളിൽ ഉണ്ട്. അതിനാൽ ജയിപ്പാനുള്ള ശക്തി നമ്മൾ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ഓട്ടക്കളത്തിൽ നമുക്ക് ധീരതയോടെ ഈ വിരുദ്ധ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവടിയാക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെല്ലാവരെയും അതിനെ ഒരുക്കണമേ. ഇന്നിവിടെ കടന്നു വന്നവരും ഞങ്ങളെ ഈ മീഡിയയിലൂടെ കാണുന്ന പ്രിയപ്പെട്ടവരും അന്ന് കർത്താവിന്റെ വരവെങ്കിൽ മധ്യാകാശത്തവൻ വരുമ്പോൾ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ ഞങ്ങളെല്ലാവരും ഒരുപോലെ കാണുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകം അതൊഴിഞ്ഞു പോകും. ഈ ലോകം നീങ്ങിപ്പോകും. ഈ ലോകത്തിലെ സകല അനുഗ്രഹങ്ങളും മാറിപ്പോകും. എന്നാൽ നീങ്ങാത്ത ഒന്നുണ്ട്, അതാണ് ദൈവത്തിന്റെ നിത്യരാജ്യം. അതിലേക്ക് സ്വർഗരാജ്യം, അതിലേക്ക് ക്ഷണിക്കപ്പെട്ട ഞങ്ങൾക്കും അവിടെ എത്തുവാൻ തക്കവണ്ണം ഓട്ടക്കളത്തിൽ ബിരുദ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയായി വിനയമായി ചോദിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവ്
മഹത്വവും അടുത്ത ആഴ്ചയിലും നമുക്ക് കൂടി വരാമെന്നുള്ള പ്രതീക്ഷയോടെ, കർത്താവിന്റെ വരവ് താമസിച്ചാൽ കൂടി വരാമെന്നുള്ള പ്രതീക്ഷയോടെ കൂടി ഞാൻ നിർത്തുന്നു. എന്നെ കേട്ട എല്ലാവർക്കും കർത്താവിന്റെ സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.